യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു വിൽ ബിക്കം ഹാപ്പി. അതാണ് NLP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്തകൾ വരും. അപ്പൊ ആ ചിന്തകൾ നമുക്ക് അൺഹാപ്പിനെസ് ഉണ്ടാക്കുന്നെങ്കിൽ യു തിങ്ക് ഡിഫറൻ്റ്ലി സോ ദാറ്റ് യു വിൽ ബിക്കം ഹാപ്പി. അപ്പോൾ നമ്മുടെ എപ്പോഴും ഹാപ്പിനെസ്സിൽ നിലനിർത്തുന്നത് ഈ NLP ഉപയോഗിച്ചിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാണ്. അങ്ങനെ മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ ഈ ഉൾവെളിച്ചം തെളിയും. ഈ ഉൾവെളിച്ചം തെളിഞ്ഞു കഴിഞ്ഞാൽ നീ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടാണ്. ഇതാണ് പെർസീവ് ആൻഡ് ഡു ദ ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ആക്ഷൻ എടുക്കും. അതിന് വേറൊരു വാക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അവയർനെസ് എന്ന് പറയും. അപ്പൊ നമ്മളെപ്പോഴും ഒരു അവയർനെസ്സിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഹാപ്പി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ NLP പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണ് ഈ തീരുമാനങ്ങളും NLP തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ മനസ്സ് എപ്പോഴും ടർബുലൻ്റ് ആയിട്ടാണ് നമ്മുടെയൊക്കെ ഇരിക്കുന്നത്. അതിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NLP പഠിക്കുകയും NLP പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അത് പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ മനസ്സിൽ ശാന്തത വരത്തുള്ളൂ. ശാന്തതയുള്ളവർക്ക് മാത്രമേ അവയർനെസ്സിലിരിക്കാൻ പറ്റുള്ളൂ. സംശയമുണ്ടോ ഈ അവയർനെസ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു വഴി ക്രോസ് ചെയ്യണമെന്ന് കൂട്ട്, പേടിച്ചാൽ നിങ്ങൾ വഴി ക്രോസ് ചെയ്യുന്നെങ്കിൽ മനസ്സിന് ശാന്തതയില്ല. അപ്പൊ അവയർനെസ് വരികയല്ലേ, എതിരെ വരുന്ന വണ്ടിയെ നിങ്ങൾ കാണിയല്ല, കൂട്ടിയിടിക്കും. വണ്ടി ഇങ്ങോട്ട് ഇടിക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ട് കയറി ഇടിക്കും. കാരണം ഇങ്ങോട്ട് തിരിയേണ്ടതിന് പകരം നേരെ ഓപ്പോസിറ്റ് സൈഡിലൂടെയൊക്കെ നിങ്ങൾ നേരെ ചാടാൻ പോകുന്നു. കാരണം മനസ്സ് ശാന്തമല്ല. അപ്പൊ മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പം നിങ്ങൾ കാര്യം ചെയ്തോളൂ. വഴി ക്രോസ് ചെയ്യാൻ നേരത്തെ കണ്ണടച്ച് അവിടെ കുറേ പുറത്ത് നിൽക്കുക, കുറേ നേരം ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, മൈൻഡ് നന്നായിട്ട് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുക, അവയർനെസ്സിലേക്ക് വരിക. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ എങ്ങനെയാലും വണ്ടി എത്ര കണ്ടിന്യൂസ് ആയിട്ട് ഓടി എന്ന് പറഞ്ഞാലും ആഫ്റ്റർ സം ടൈം ദേ വിൽ ബി എ സ്റ്റോപ്പ്. കുറച്ച് നിൽക്കുക എവിടെ. ആ നടന്നു കഴിയുമ്പോൾ രണ്ട് സൈഡും കണ്ടിട്ട് അങ്ങോട്ട് പോവുക. അതാണ് മനസ്സ് ശാന്തമാക്കാന്ന് പറയുന്നത്. ശാന്തമാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പൊ ഇതാണ് റൈറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞ, നല്ല തീരുമാനം എടുക്കാൻ പറ്റും. എന്നിട്ട് മൈൻഡിലുള്ള തോട്ട്സിനെ മുഴുവൻ കളയണം എന്ന് പറഞ്ഞാൽ മൈൻഡ് എം ടി മൈൻഡിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചു തരത്തുള്ളൂ. അത് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ബ്രെയിനാണ് കേട്ടോ. അത് ഇച്ചിരി സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് ബ്രെയിനാണ്. അവിടെയാണ് ബ്രെയിനിന്റെ ആവശ്യം വരുന്നത്. ബ്രെയിൻ അറിയാം എന്തൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ ഉടനെ നിങ്ങളെ പ്രോംപ്റ്റ് ചെയ്യും എന്ത് ചെയ്യണം എന്നുള്ളത്. ഇത്രയും കാര്യമുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ഈ വെളിച്ചം എന്നൊക്കെ പറയുന്ന ഇതാണ് മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ മുഴുവൻ കംപ്ലീറ്റ് എംപ്റ്റി ആക്കുക എന്നുള്ളത്. വേറെ ചിന്തകളൊന്നും ഇല്ലാതെ കൊണ്ട് ഈ കണ്ട സാധനം അല്ലെങ്കിൽ നമ്മൾ പെർസീവ് ചെയ്ത കാര്യങ്ങൾ അത് കണ്ടു കഴിയുമ്പം തന്നെ നമ്മൾ അവയർനെസ് ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ ശരിക്ക് കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുഴുവൻ കാണാൻ പറ്റില്ല, ഒരു വശം മാത്രമേ കാണുള്ളൂ. ഈ വശം കാണുക എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള പെർസെപ്ഷൻ അല്ല. പെർഫെക്റ്റ് ആയിട്ട് 100% ഒരു അനുഭവത്തെ കണ്ടു കഴിയുമ്പം അതിനെ ഡീൽ ചെയ്യാനുള്ള ആ ഒരു കഴിവ് നമ്മളിലേക്ക് ബ്രെയിൻ തരും. അപ്പൊ നമ്മളങ്ങ് പ്രവർത്തിച്ചാൽ മതി. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിരിക്കും. നമ്മൾ കാണുന്നു, ആക്ഷൻ എടുക്കുന്നു, അല്ലേ? നമ്മൾ വഴി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു, വണ്ടി വരുന്നത് കാണുന്നു, നമ്മൾ ഉടനെ അങ്ങോട്ട് മാറുന്നു, ഇങ്ങോട്ട് മാറുന്നു. നമ്മൾ അതിന്റെ പുറകെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. വേണോ വേണ്ടതെന്നൊന്നും ആലോചിക്കേണ്ട. അവിടെ ചിന്തയില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് റൈറ്റ് ഡിസിഷൻ നമ്മൾ പറഞ്ഞത്.